ലോ അക്കാദമി സമരത്തിന്റെ തീവ്രത തിരിച്ചറിഞ്ഞതിന്റെ നടുക്കത്തിലാണ് കേരളത്തിലെ മറ്റ് സ്വകാര്യ കോളേജുകളുടെ മാനേജ്മെന്റുകൾ. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ക്രിസ്ത്യൻ മാനേജ്മെന്റ് കീഴിലുള്ള അമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ്. കോളേജ് ഒരു ജയിലായി മാറിയപ്പോൾ സഹികെട്ട് സമരത്തിനിറങ്ങുകയായിരുന്നു വിദ്യാർത്ഥികൾ. കോളേജ് അധികൃതരുടെ തോന്നിവാസങ്ങൾക്ക് ചുട്ട മറുപടി സമരത്തിലൂടെ നൽകാൻ വിദ്യാർത്ഥികൾ തീരുമാനിച്ചപ്പോൾ ഇരുചെവി അറിയാതെ ഒതുക്കി തീർക്കുകയാണ് മാനേജ്മെന്റ് ചെയ്തത്. ഇനിയും വിദ്യാർത്ഥികളെ ക്ലാസ് മുറിയുടെ 4 ചുവരുകൾക്കുള്ളിൽ തളച്ചിടാനാകില്ല എന്നതിന്റെ തെളിവാണ് ലോ അക്കാദമിയിൽ അരങ്ങേറിയ സമരം സൂചിപ്പിക്കുന്നത്. ആ സമരപ്പേടി തന്നെയാണ് വിട്ടുവീഴ്ചകൾക്ക് വിവിധ മാനേജ്മെന്റുകളെ പ്രേരിപ്പിക്കുന്നതും. സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് നിയമങ്ങൾ ഉണ്ടാക്കുകയും അത് വിദ്യാർത്ഥികൾ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുകയായിരുന്നു അമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ ഇത്രനാൾ നടന്നു വന്നിരുന്നത്. വിദ്യാർത്ഥികൾ പ്രതികരിക്കുമ്പോൾ ഭാവി നശിപ്പിക്കുമെന്ന ഭീഷണിയാണ് കോളേജ് അധികൃതർ മുഴക്കിയിരുന്നത്. ഇത്തരത്തിലുള്ള ഭീഷണികളിൽ പേടിച്ച് എല്ലാം ഇത്രയും നാൾ വിദ്യാർത്ഥികൾ സഹിക്കുകയായിരുന്നു. കോളേജ് മാനേജ്മെന്റ് പീഡനം അതിർവരമ്പുകൾ ലംഘിച്ചപ്പോഴാണ് സമരവുമായി വിദ്യാർത്ഥികൾ രംഗത്തിറങ്ങിയത്. ഇനിയും അടിച്ചമർത്താനാവില്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ മാനേജ്മെന്റ് വളരെ വേഗം തന്നെ സമരം ഒത്തുതീർപ്പാക്കുകയായിരുന്നു.